ഇപ്പൊ ജാനകിയമ്മയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗിഫ്റ്റ് അല്ലേ ചേട്ടൻ, ഒരു ഗിഫ്റ്റ്, ഒരു അമ്മ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. അതെ, എൻ്റെ ചിത്രം വരച്ചു വെച്ചത് അത് നന്നായി വരയ്ക്കുന്ന ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിൽ ആദ്യം എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ നോക്കിയിട്ട് അമ്മ വരച്ചിട്ട് കമ്പ്യൂട്ടറിൽ അതിന് പെയിന്റ് ചെയ്തു, കളറ് അത് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ, ഇത് നല്ല ചെറുപ്പമാണല്ലോ, അത് എൻ്റെ മാതിരി സുന്ദരനാണല്ലോ. അപ്പോൾ പറഞ്ഞു എൻ്റെ മനസ്സിൽ എഴുതി അതാണ്, അത് വരികയാണെന്ന് പറഞ്ഞു അയച്ചു. അമാതിരി അവരെനിക്ക് വേറൊരു സംഭവം, എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം ഇപ്പോഴും പ്രഷ്യസ് ആയിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു കാസറ്റ് തന്നവർ, അതായത് അവർ ലതാ മങ്കേഷ്കറെ പാട്ടുകൾ, ലതാജിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ, അതായത് 1960s പാട്ടുകളാട്ടോ. മദൻ മോഹൻ്റെ പാട്ടുകളുണ്ട്, സി രാമചന്ദ്രയുടെ പാട്ടുകളുണ്ട്, ശങ്കർ ജയകൃഷ്ണൻ. ഈ പാട്ടുകൾ അവർ പാടിയത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആ കാലത്ത് ഗ്രാംഫോൺ റെക്കോർഡ് പ്ലെയർ, ഗ്രാംഫോൺ ഉണ്ട്, ഈ ടേപ്പ് റെക്കോർഡർ വന്ന സമയം. അപ്പോൾ അവർ സിനിമയിൽ പാടി തുടങ്ങിയിട്ടേ ഉള്ളൂ ജാനകിയമ്മ. അപ്പോൾ ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങി, ഈ ഗ്രാംഫോൺ ലതാ മങ്കേഷ്കറുടെ കളക്ഷനുള്ള ഒരു ഗ്രാംഫോൺ ഇങ്ങനെ പ്ലേ ചെയ്തു. തൊട്ടടുത്ത് ഈ ഗ്രാംഫോൺ റെക്കോർഡ് വെച്ചു, ഒരു മുറിയൊക്കെ അടച്ചിട്ടു. ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു.